കരൾ രോഗം ബാധിച്ച യുവാവിന് ശസ്ത്രക്രിയയ്ക്കായി ജനകീയ സമിതി രൂപീകരിച്ചു. ക്ലാപ്പന പാട്ടത്തിൽക്കടവ് സ്വദേശി സജീവിന്റെ ചികിത്സയ്ക്കായാണ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത്. സമിതിയുടെ നേതൃത്വത്തിൽ 4, 5 തീയതികളിൽ ചികിത്സാ സഹായ ധനശേഖരണം നടത്തും. 35 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി കണ്ടെത്തേണ്ടത്. ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലെ പാട്ടത്തിൽക്കടവ് മുരിക്കിനാൽ തെക്കേത്തറയിൽ 45-കാരനായ സജീവിനാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടത്. സജീവിന്റെ ഭാര്യ കരൾ നൽകാൻ തയ്യാറാണ്. എന്നാൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 35 ലക്ഷത്തോളം രൂപ വേണ്ടിവരും. പ്രായമായ മാതാവും 2 പെൺകുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന് ഈ തുക കണ്ടെത്താൻ കഴിയുന്നില്ല. കൂലിപ്പണിക്കാരനായിരുന്നു സജീവിന്റെ ചികിത്സയ്ക്ക് സഹായം കണ്ടെത്തുന്നതിനായി CR മഹേഷ് MLA രക്ഷാധികാരിയായും ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ശ്രീകല ചെയർമാനായും പഞ്ചായത്ത് അംഗം പ്രിയങ്ക S കൺവീനറായും ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 4, 5 തീയതികളിൽ വീടുകൾ തോറും ചികിത്സാ ധനശേഖരണം നടത്തും. ഇതിൽ എല്ലാവരും പങ്കാളിയാകണമെന്ന് ചികിത്സാ സഹായനിധി ഭാരവാഹികളായ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ശ്രീകല, പഞ്ചായത്ത് അംഗം S പ്രിയങ്ക, M ഇസ്മയിൽ, PK വിക്രമൻ എന്നിവർ അറിയിച്ചു. 45 വയസ്സുള്ള സജീവ് എന്ന ഒരു യുവാവിന് കരൾ ചികിത്സ ബാധിതനായിട്ട് ചികിത്സയിലാണ്. അപ്പോ ഈ ചികിത്സ നടത്തുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഉടൻ തന്നെ അടിയന്തരമായിട്ട് കരൾ മാറ്റിവെക്ക ശസ്ത്രക്രിയ നടത്തിയില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാകും എന്നുള്ള ഒരു കാര്യം പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന എന്നെ നമ്മുടെ ബഹുമാന്യനായ ഇസ്മായിലിക്കായും പ്രിയപ്പെട്ട മെമ്പർ പ്രിയങ്കയും കൂടി വന്ന് നമ്മളോട് അറിയിക്കാനുണ്ടായത്. അപ്പോ ഇസ്മായിലിക്ക തന്നെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് അടിയന്തരമായിട്ട് ഒരു ജനകീയ സമിതി രൂപം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബഹുമാന്യനായ MLA CR മഹേഷ് MLA സമീപിച്ചു. അദ്ദേഹം രക്ഷാധികാരിയും പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും കൺവീനറായിട്ട് പഞ്ചായത്ത് മെമ്പർ പ്രിയങ്കയായിട്ടും ഒരു ജനകീയ സമിതി ഇതിന് രൂപം കൊടുക്കുകയുണ്ടായി. പക്ഷേ ഈ 35 ലക്ഷം രൂപ എന്ന് പറയുന്ന ഭീമമായ ക്ലാപ്പന പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇടംബോധമായ സംഭവമാണ്. പലരും പിന്നെ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്ത് എന്നുള്ള ഇതിലെ പഞ്ചായത്ത് സമിതി തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത് ഈ കാശ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ക്ലാപ്പന പഞ്ചായത്ത് കൊണ്ട് മാത്രം. ക്ലാപ്പന പഞ്ചായത്തെ അവസ്ഥ നമുക്കെല്ലാം അറിയാം. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. എത്ര ശ്രമിച്ചാലും ഇത്ര ഹീമമായ ഒരു തുക അവിടെ സംഘടിപ്പിക്കാൻ കഴിയും. അപ്പൊ ജനങ്ങളുടെ ആകെ നമ്മുടെ കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ ജനങ്ങളുടെ ആകെ ഒരു പങ്കാളിത്തം, ഒരു സഹകരണം ഇതിനുണ്ടായെങ്കിൽ മാത്രമേ ഇപ്പോൾ ആ ചെറുപ്പക്കാരുടെ ജീവൻ തുലാസില്ല. എങ്ങോട്ടും ചെയ്യാം ആ രീതിയിലുള്ള അവസ്ഥ. എത്രയും വേഗം ഈ ഓപ്പറേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ജീവൻ നിലനിർത്താൻ കഴിയൂ. സജീവിന്റെ ചികിത്സയ്ക്കായി വള്ളിക്കാവ് ഫെഡറൽ ബാങ്ക് ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.